മതം നോക്കി ചോറ് വിളമ്പിയവരുടെ കരണം നോക്കി അടിച്ച പാരമ്പര്യമുള്ള നാടാണ് കേരളം. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ കേരളത്തെക്കുറിച്ച് പാടി പുകഴ്ത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ശുദ്ധ അസംബന്ധങ്ങൾ പടച്ചുവിടുമ്പോൾ അതിനെതിരെ പറയുക തന്നെ ചെയ്യും. മനുഷ്യസ്നേഹത്തിന്റെ കവി എന്ന് വിശേഷണമുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇസ്ലാമിലെ വന്മല എന്നൊരു കവിതയുണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്തായ അലവിയുമായിട്ടുള്ള സ്കൂൾ കാലഘട്ടത്തിലെ സൗഹൃദത്തെക്കുറിച്ചാണ് ആ കവിതയിൽ ഇടശ്ശേരി വിവരിക്കുന്നത്. വിശന്നിരിക്കുന്ന ഗോവിന്ദൻ നായർക്ക് തൻ്റെ ബാപ്പയുടെ കടയിൽ നിന്ന് ആരും കാണാതെ എടുത്തൊരു പഴം തൻ്റെ ഉടുമുണ്ടിൽ പൊതിഞ്ഞുകൊണ്ട് കൂട്ടുകാരന് നൽകിയതാണ് ആ കഥയിൽ പറയുന്നത്. ബാപ്പ പൊതിരെ തല്ലിയിട്ടും ആർക്കാണ് പഴം നൽകിയതെന്ന് അലവി പറയുന്നില്ല. തൻ്റെ ഹിന്ദു സ്നേഹിതന്റെ അഭിമാനം സംരക്ഷിക്കുന്ന അലവിയിലൂടെ ഇസ്ലാമിലെ വന്മലയെ കവി കാണുകയാണ്. എന്നിട്ട് എഴുതുന്നു: 100% ഞാനൊരു ആര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു. അല്ലയോ മാപ്പിളെ നീ എൻ അലവിയെങ്കിൽ കാഫിറെ എന്നെ വിളിച്ചുകൊള്ളൂ, കാതുകുത്താതെ നടന്നുകൊള്ളൂ. മാപ്പിള കൂറും പെരുമയും വെച്ചുപോറ്റു, നമുക്കൊന്നിച്ച് നടന്ന് നന്മയോ തിന്മയോ നേടാം. ഈ ഗോവിന്ദൻ നായരുടെയും അലവിയുടെയും കഥയിൽ ഒരു കേരള സ്റ്റോറിക്കും അപശ്രുതി ചേർക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണിത്. സിനിമയിലെ അജണ്ട കേരളത്തിലല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തെ ഭീകരമായി ചിത്രീകരിക്കാനാണെന്ന് അറിയാം. നമ്മുടെ നാടിനെ കറുത്ത നിറത്തിൽ മാത്രം ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാടിൻ്റെ 1000 നിറങ്ങളെയാണ് നിങ്ങൾ അവഗണിക്കുന്നത്. ഞങ്ങൾക്കിത് വാർത്തയോ കണ്ടന്റോ ഒന്നും തന്നെയല്ല. കേരളത്തിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ മറുവശത്ത് വിദ്വേഷങ്ങൾ ഉയരുന്ന സമയത്ത് ക്രിഞ്ചായാലും ക്ലീശയായാലും നമ്മളത് പറയും. കേരള സ്റ്റോറി എന്ന അജണ്ട സിനിമയുടെ കേന്ദ്ര ബിന്ദുക്കളോടാണ്: നിങ്ങളൊന്ന് കേരളത്തിലേക്ക് വരണം, എന്നിട്ട് ഈ നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കണം, ഈ നാടിൻ്റെ കഥകൾ പഠിക്കണം. ഇവിടെ തളി ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളികൾ കാണാം. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞേക്കില്ല. ഒരു മതിലിനപ്പുറത്ത് പെരുന്നാളിനും ഓണത്തിനും ക്രിസ്മസിനുമെല്ലാം ഭക്ഷണങ്ങൾ കൈമാറുന്ന കുടുംബങ്ങളെ കാണാം. എല്ലാ മതസ്ഥരും ചേർന്ന് സഹവസിക്കുന്നത് കാണാം. ഈ ശീലങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം. ഇവിടെ മതം അതൊരു മതിലല്ല, ഉറച്ച പാലമാണ്. വിശ്വാസം ഒരു വാളല്ല, അത് വെളിച്ചമാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദം ഒരു കഥയല്ല, രക്തത്തിലൊഴുകുന്ന സംസ്കാരമാണ്. അത് പരമ്പരാഗതമായി കൈമാറുന്ന സമാധാനത്തിന്റെ പൈതൃകമാണ്. അതുകൊണ്ട് ഇനി ഈ സിനിമക്കൊരു 3-ാം ഭാഗം വന്നാലും നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ നമ്മുടെ നാട്ടിലേക്ക് വരി, ഒരു ചായ കുടിച്ചിട്ട് പോവാ.